ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മൾ ധ്യാനിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്ന് ആത്മനിയന്ത്രണമാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്താണ് ആത്മനിയന്ത്രണം എന്ന് ചോദിച്ചാൽ, ദൈവം നോ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോട് നോ പറയുന്നതും ദൈവം യെസ് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോട് യെസ് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മനിയന്ത്രണം. നമുക്ക് അനുദിന ജീവിതത്തിൽ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങളോട് നമുക്ക് നോ പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില വിഷയങ്ങളോട് നമുക്ക് യെസ് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ദൈവം ഏത് സമയത്ത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളോടും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള എൻ്റെ അഭിഷേകമാണ്, ബലമാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുവിൻ, ജഡത്തിൻ്റെ വികാരങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഇങ്ങനെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിക്കൊണ്ട് നിരന്തരം ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ ഈ ആത്മനിയന്ത്രണം നമുക്കുണ്ടാകും. എല്ലാ വിഷയങ്ങളിലും നമുക്ക് നിയന്ത്രണം ഉണ്ടാകും. പ്രത്യേകിച്ച് പ്രലോഭനങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ആത്മനിയന്ത്രണം നമുക്കുണ്ടാകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ആത്മനിയന്ത്രണം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലമായ ആത്മനിയന്ത്രണം ഓരോ നിമിഷത്തിലും എന്തിനോടൊക്കെ ഈശോ നോ പറയാൻ ആഗ്രഹിക്കുന്നുവോ, ആരോടൊക്കെ ഈശോ നോ പറയാൻ ആഗ്രഹിക്കുന്നുവോ അവരോടൊക്കെ നോ പറയാൻ, എന്തിനോടൊക്കെ ഈശോ യെസ് പറയാൻ ആഗ്രഹിക്കുന്നുവോ അതിനോടെല്ലാം യെസ് പറയാനുള്ള ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം നമ്മളിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പഠിക്കുന്ന വചനഭാഗം, ബൈഹാർട്ട് ചെയ്യാൻ പോകുന്ന വചനഭാഗം തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനമാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഈ വചനം നമുക്കിന്ന് ബൈഹാർട്ട് ചെയ്യാം. ആ വചനഭാഗത്ത് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളിന്ന് ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തോട് ചേർന്ന് ചെയ്യുന്ന ഒരു സുഹൃതജപം, ജീവിതത്തിൽ അനുവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി, ഇന്ന് ഈ ദിവസം വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. എത്ര പേർക്ക് അതിൽ ഒരു നിയന്ത്രണം കിട്ടുമെന്ന് പരിശോധിക്കുക. ചിലപ്പോൾ എമർജൻസി കോളുകൾ വന്നാൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. അതല്ല എങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും വേണ്ടി മാറ്റിവെക്കാതെ 2 മണിക്കൂർ സമയം പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലും വചനത്തിലും ആയിരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ പൂർണ്ണമായിട്ട് മാറ്റിവെക്കുക. എത്രമാത്രം ആത്മനിയന്ത്രണത്തിൻ്റെ അഭിഷേകം നമ്മളിലുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. See you tomorrow. God bless you.